BJP പ്രതിനിധിയിലേക്കാണ് പി ശ്യാംരാജ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്താൻ കാരണം എന്താണ്? നിങ്ങൾക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 12,000-ഓളം വോട്ടുണ്ടായിരുന്നു, 8% ആണ് വോട്ട് ഷെയർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ വോട്ടുകൾ വേണ്ട എന്ന് നിങ്ങൾ നിശ്ചയിക്കുമ്പോൾ പണവും അധ്വാനവും വെറുതെ കളയേണ്ട എന്നൊരു പ്രതികരണമാണ് നേതാക്കൾ നടത്തിയത്. എന്താണ് ഇക്കാര്യത്തിൽ വിശദീകരിക്കാനുള്ളത്? സ്മൃതി, ഇന്ന് ബഹുമാനപ്പെട്ട BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയുണ്ടായി, ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ തീരുമാനം, BJPയുടെ തീരുമാനം വരും ദിവസങ്ങളിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നേ ഉള്ളൂ. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ കോർ കമ്മിറ്റി യോഗം കൂടി ആ മീറ്റിംഗിൽ ഉരുത്തിരിഞ്ഞു വരുന്നിട്ടുള്ള തീരുമാനങ്ങൾ NDA മീറ്റിങ്ങുകളിൽ കൂടി ചർച്ച ചെയ്തതിന് ശേഷമാണ് എന്താണ് തുടർ നടപടി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക. നിലവിൽ നിങ്ങൾ മാധ്യമങ്ങൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്കോ കൺക്ലൂഷനിലേക്ക് പോകേണ്ട ഒരാവശ്യവുമില്ല. രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രതികരണത്തിന്റെ ചൂട് പിടിച്ചാണ് ചോദ്യം വരുന്നത്. മാത്രമല്ല, നിങ്ങളുടെ യോഗങ്ങളുടെ വിവരങ്ങളായി പുറത്തേക്ക് വരുന്ന കാര്യം കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഊന്നുന്നത് എന്നാണ്. അല്ല, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വായിച്ചു തരാം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കേരളത്തിലെ വികസന മുരടിപ്പും സ്വജനപക്ഷപാതവും നിലമ്പൂരിലെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതവും ഈ തെരഞ്ഞെടുപ്പിൽ NDA ചർച്ച ചെയ്യും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നത് BJPയുടെയും NDA ഘടകകക്ഷികളുടെയും യോഗം ചേർന്ന് തീരുമാനിക്കും. അത് നാളെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലാണ് വരിക. എന്താണ് BJPയുടെ തീരുമാനം എന്നുള്ളത് സംസ്ഥാന അധ്യക്ഷൻ വരും ദിവസങ്ങളിലാണ് പറയുക. അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക്, ഏതെങ്കിലും തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തി എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ പോവേണ്ടതില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പ്രാഥമികമായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഒരു തെരഞ്ഞെടുപ്പ് കേരള ജനത ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരള ജനതയ്ക്ക് ഉണ്ടാകുന്ന ഗുണം എന്താണ്? കേരളത്തിന്റെ വികസനത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ്? കേരളത്തിന്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് ഉണ്ടാവുമോ എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇനി ഒരു വർഷത്തിനകത്ത് 8-9 മാസം കഴിയുമ്പോഴത്തേക്ക് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ഒരു സമയത്ത് PV അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യം LDFന്റെ കൂടെ നിൽക്കുന്നു. അതിനുശേഷം അദ്ദേഹം പാർട്ടി LDFുമായിട്ട് പിണങ്ങുന്നു. അദ്ദേഹം പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ പുറപ്പെടുവിക്കുന്നു. അദ്ദേഹം UDFിലേക്ക് പോകുന്നു. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്നുള്ളതൊക്കെ PV അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രസക്തി ഈ ഒരു തെരഞ്ഞെടുപ്പിനുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കിട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതാണ് പ്രാഥമികമായിട്ട് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത്. മുൻപായി പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് RSS ബന്ധം എന്നുള്ളതാണല്ലോ. RSSുമായുള്ള ബന്ധമാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായി PV അൻവർ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചിരുന്നത്. അതുകൊണ്ടാണോ ഈ തെരഞ്ഞെടുപ്പ് ഒരു അപ്രസക്തമായ ഉപതെരഞ്ഞെടുപ്പ് എന്ന രൂപത്തിലേക്ക് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്? അങ്ങനെയാണോ സ്മൃതി? അങ്ങനെയൊക്കെ നിങ്ങൾ വളച്ചുകെട്ട് ചോദിച്ച് ഞങ്ങൾ ഉത്തരം പറയും. പിണറായി വിജയൻ RSSുമായിട്ട് എന്ത് ബന്ധമുള്ളത്? കേരളത്തിൽ, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരേ ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളത്തിലെ പിണറായി വിജയനും RSSുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ബന്ധമുള്ളത് ആരൊക്കെ തമ്മിലാണ്? കോൺഗ്രസ് പാർട്ടിയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തന്നെയാണ്. അവരല്ലേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയായിട്ട് ഒരുമിച്ച് മത്സരിച്ചത്. CPMന്റെ അമ്രാറാം എന്ന് പറയുന്ന രാജസ്ഥാനിലെ സംസ്ഥാന സെക്രട്ടറി അല്ലേ കോൺഗ്രസ് പാർട്ടി. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ 31,000 വോട്ട് കിട്ടിയിട്ടുള്ള അമ്രാറാവിനെ ഇത്തവണ വിജയിപ്പിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പൊ ബന്ധം ആരെങ്കിലും തമ്മിലുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലാണ്. ബന്ധം ആരാണെന്നുള്ളതാണല്ലോ സ്മൃതി. ബന്ധം ആരൊക്കെയാണെന്നുള്ളതാണല്ലോ പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതല്ലാതെ മറ്റു ബന്ധങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അല്ല ഞങ്ങളുടെ പ്രശ്നം. അങ്ങനെയെങ്കിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ഇരിക്കണം. അതല്ലല്ലോ. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ഒരു വർഷത്തിനകത്ത് വരാൻ വേണ്ടിയിട്ട് പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഭരണമാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇതിന്റെ നെറ്റ് റിസൾട്ട് എന്താണോ നിങ്ങൾ പറയൂ. ഈ തിരഞ്ഞെടുപ്പിന് നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്? അപ്പോൾ ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ അനാവശ്യ തെരഞ്ഞെടുപ്പിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരുന്ന വോട്ടുണ്ടല്ലോ, ഈ പറയുന്ന 8% വരുന്ന നിങ്ങൾക്ക് കിട്ടിയ വോട്ട് പൂർണ്ണമായും BJP വോട്ടെന്ന് പറയാൻ പറ്റില്ല.
സ്മൃതി, ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നു, അത്തരത്തിലൊരു തീരുമാനത്തിലോട്ടോ ഞങ്ങൾ പോയിട്ടില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പ് പല രീതിയിൽ വരും, പല ഇടങ്ങളിലും വരും. പക്ഷെ ആ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുള്ള ഞങ്ങളുടെ ആദ്യ അഭിപ്രായമാണിത്. വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ മീറ്റിംഗുകൾ ഉണ്ടാവും. ആ സമയത്ത് ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷനാണ് ഇക്കാര്യങ്ങൾ പറയേണ്ടത്. എന്താണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു തീരുമാനമെടുത്തിട്ട് നാളെ പറയാൻ വേണ്ടി പറ്റുന്ന ഒരു പാർട്ടിയല്ല. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ചർച്ചകൾ നടത്തണം. ആ ചർച്ചകളിൽ നിന്നുള്ള അഭിപ്രായം ഉരുത്തിരിഞ്ഞ് സംസ്ഥാന അധ്യക്ഷൻ ഡൽഹിയിൽ കേന്ദ്ര പാർട്ടിയുമായിട്ട് ബന്ധപ്പെടണം. അവിടെ നിന്നുള്ള പെർമിഷൻ കിട്ടണം. ഇതൊക്കെ നിങ്ങളുടെ സാങ്കേതികമായ കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിൽ കാണുന്നത് എന്ത് എന്ന് പുറത്തേക്ക് വന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. നിങ്ങൾ ക്രിസ്ത്യൻ വോട്ടുകളെ ഇപ്പോൾ നേടാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങളിൽ നിലമ്പൂർ ഇങ്ങനെ വെറുതെ കളയേണ്ടതുണ്ടോ എന്നൊരാലോചനയും നിങ്ങൾ നടത്തുന്നു എന്നും മറ്റു രണ്ട് മുന്നണികളും ആരൊക്കെ നിർത്തുന്നു എന്ന് നോക്കിയ ശേഷം അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അങ്ങനെ ആ രൂപത്തിലേക്ക് പോകാമെന്നുള്ള ആലോചനകളും നിങ്ങൾ നടത്തുന്നു എന്നുമാണ് കേൾക്കുന്നത്. സ്മൃതി, പലതും കേൾക്കും, നിങ്ങൾ പല കാര്യങ്ങളും കേൾക്കും. പക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എന്താണ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ആരാണ് തരേണ്ടത്? നിങ്ങൾ മാധ്യമങ്ങളിൽ ഇരുന്നിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ, നിങ്ങൾ പറഞ്ഞിട്ടുള്ള എത്രയോ കാര്യങ്ങൾ ഒരു തുമ്പില്ലാതെ നടക്കാതെ പോയേക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പും ഇവിടെ NDA സഖ്യം തോറ്റുപോകുന്നവർ പറഞ്ഞ ചില മാധ്യമങ്ങളുണ്ടായിരുന്നല്ലോ കേരളത്തിൽ. എന്നിട്ടെന്തായി? അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ് എന്നുള്ളതല്ല ഇവിടെ ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വമുള്ള ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു നിലപാടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് അറിയിക്കേണ്ട സമയത്ത് അറിയിക്കേണ്ട വ്യക്തികൾ കൃത്യമായി നിങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യും. അതിനു മുമ്പ് തോക്കിൽ കയറി വെടിവെച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് നിങ്ങൾ പറയേണ്ടതില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.